അങ്ങനെ ഒരു മഞ്ഞുകാലം കൂടി. എത്ര പെട്ടെന്നാണ് ഒരു വർഷം അവസാനിക്കാറായത്. ഒന്നോർത്താൽ ഡിസംബർ സന്തോഷവും സങ്കടവും ഒരുപോലെ കൊണ്ടുവരുന്ന മാസമാണ്. നക്ഷത്രവും പുൽക്കൂടും കാരൽ സംഘവും രാത്രി യാത്രകളും അങ്ങനെ എന്തെല്ലാം ഓർമ്മകളാണ്. ഒരു വർഷം കടന്നു പോകുന്നു എന്നോർത്താൽ ഉള്ളിലെവിടെയോ ഒരു നഷ്ടബോധവും. ഇന്ന് ഭരണങ്ങാനത്ത് പോകുന്നു. എൽസ ചേച്ചിയെയും മേരിമച്ചയെയും കത്രീന ചേച്ചിയെയും എല്ലാവരെയും കാണണം. അവരില്ലാതെ, അവർക്കൊപ്പമല്ലാതെ എനിക്ക് എന്ത് ക്രിസ്മസ്? ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ ഭരണങ്ങാനത്തെക്കുറിച്ചാണ് ഏറ്റവും ആദ്യം ഓർമ്മയിലേക്ക് ഓടി വരിക. നഗരത്തിലെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഇടയ്ക്ക് ഓടിയെത്താൻ പറ്റിയ ഒരിടമാണിത്. അതുപോലെ തന്നെയാണ് ഭരണങ്ങാനം പള്ളിയും. പള്ളിയിലെത്തി ശാന്തമായി കുറച്ച് സമയം മിണ്ടാതെ ഉരിയാടാതെ ഇരുന്നാൽ വലിയ സന്തോഷമാണ്, സുഖമാണ്. ആ ഓർമ്മകളും മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്നു. ഭരണങ്ങാനത്ത് വരുമ്പോൾ ഓശാന മൗണ്ടിനെ കുറിച്ച് പറയാതെ തീരെ വയ്യ. ഒരിക്കലൊരു സുഹൃത്ത് പറഞ്ഞ് ഭരണങ്ങാനത്ത് വന്നു. അപ്പോൾ ഈ ഓശാന മൗണ്ടിലെത്തി കുറച്ച് ദിവസങ്ങൾ ഇവിടെ ഞാൻ ചെലവഴിച്ചിരുന്നു. അതിൻ്റെ ഒരു അനുഭവം, അത് അത്രയ്ക്ക് മനോഹരമാണ്. ആ ഓർമ്മകളും അത്രയും പ്രിയപ്പെട്ടതായി മാറും. വളരെ കുറച്ച് നിമിഷം കൊണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് പുറയിലേക്ക് പോയി അവിടെ ജീവിച്ചതുപോലെയായി അല്ലേ? പക്ഷെ തിരിച്ചു വരാതെ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ പോകേണ്ടത് മേരി ചേച്ചിയുടെയും കൊച്ചേട്ടൻ്റെ അടുത്തേക്കാണ്. വലിയ ആരവങ്ങളൊന്നുമില്ല, പക്ഷെ ചെറിയൊരാഘോഷം, മനോഹരമായൊരാഘോഷം. ഇത്തവണത്തെ ക്രിസ്മസ് നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അല്ലെ? പാലാ ഭരണങ്ങാനത്ത് എപ്പോഴും പറയണേക്കാം, ക്രിസ്മസിനെ കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ വലിയ വിശേഷമാണെന്ന് എല്ലാവരും പറയും. ഇപ്പൊ എല്ലാവരും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് പഴയ കാലത്തെ ക്രിസ്മസ് ആയിരുന്നു നല്ലത്, പഴയ കാലത്തെ ആഘോഷങ്ങളായിരുന്നു നല്ലതെന്നാണ്. പണ്ടത്തെ ക്രിസ്മസും ഇന്നത്തെ ക്രിസ്മസും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ? ഇന്നിപ്പോ നമ്മുടെ കൂടെ ഉള്ളതിൽ ഒരാൾ മാത്രമാണ് പണ്ടത്തെ അമ്മച്ചിമാരുടെ പോലെ ചട്ടയും മുണ്ടും ഒക്കെ എടുത്തിട്ടുള്ളത്. എന്താ ഇങ്ങനെ ഒരു വസ്ത്രം? ചട്ടയും മുണ്ടും എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള ഒരു വേഷമായിരുന്നു. ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിലും വല്യമ്മയൊക്കെ ചട്ടയും മുണ്ടും ധരിക്കുന്ന ഒരാളാണ്. പുതിയ തലമുറ ഈ വേഷം ഇങ്ങനെ കണ്ട് പരിചയമില്ലാത്ത തരത്തിലേക്ക് മാറുകയാണ്. കാരണം പഴയ തലമുറ ഈ വേഷം ഉപേക്ഷിച്ചെന്ന് പറയാം. എല്ലാവരും കൂടുതലും സാരിയിലും, വല്യമ്മമാരൊക്കെ സാരിയും ചുരിദാറും വീട്ടിൽ കൂടെ ആണെങ്കിലും നൈറ്റിയൊക്കെ ആയി. നമുക്ക് പക്ഷേ ഇപ്പോഴും ഈ ഒരു വേഷത്തോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങ് ധരിച്ചു എന്നുള്ളതാണ്. ജോസേട്ടൻ എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? ഈ പഴയ ക്രിസ്മസ് ആണോ പുതിയ ക്രിസ്മസ് ആണോ? എനിക്ക് പഴയ ക്രിസ്മസിനോടായിരുന്നു താല്പര്യം കൂടുതൽ. അതായത് ഒരു ഈറ്റ വെട്ടി കൊണ്ടുവന്ന് നമ്മളൊരു നക്ഷത്രമൊക്കെ ഒരെണ്ണക്കടലാസ് മേടിച്ച് ഒട്ടിച്ച് അത് ഒരു 3-5 ദിവസം കൊണ്ട് ഉണ്ടാവുകയുള്ളൂ. അതിലൊരു പുൽക്കൂടുണ്ടാക്കുന്നു. പിന്നെ പടക്കം മേടിക്കാനൊന്നും പൈസ എന്ന് പറഞ്ഞാൽ ചാച്ചനൊന്നും തരത്തില്ല, പൈസ ഇല്ല. എവിടെയെങ്കിലും പൂവ കുത്തിയോ എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ ഉണ്ടാക്കി, എന്നൊക്കെ ചെറിയ പൈസ മതി പടക്കത്തിന്. ഇന്നിപ്പോൾ ഓൾറെഡി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും എവിടെ നിന്നാണേലും നക്ഷത്രം ഒരു 350-500 എന്ന് പറഞ്ഞാൽ അത് മേടിക്കുന്നതും പോലും. പക്ഷേ ആ നക്ഷത്രം ഉണ്ടാക്കുന്നതും ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നതും എൻ്റെ അനുഭവത്തിൽ പഴയ രീതിയിലോട്ട് പോയതായിരുന്നു ഏറ്റവും നല്ലത്. എൻ്റെ ചെറുപ്പകാലത്തിലുള്ളതൊക്കെ അന്ന് ഇവിടെ ഒന്നും ഇതുപോലെ കറണ്ടൊന്നുമില്ല. മണ്ണെണ്ണ വിളക്ക് അതിനകത്ത് വെച്ചിട്ട് മരത്തിൻ്റെ മേളിൽ കയർ കൊണ്ട് വലിച്ച് കെട്ടിയൊക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ആഘോഷം ചെറുപ്പകാലത്ത്. ചേച്ചി ഇപ്പൊ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ പാതിര കുർബാനയ്ക്ക് പോകുന്ന കാര്യമൊക്കെ പണ്ടൊക്കെ ഞാനിങ്ങനെ
പുസ്തകങ്ങളിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോഴുള്ള കുട്ടികളും പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ വലിയ തിരക്കിലാന്ന് എല്ലാവരും പറയും. പക്ഷെ പണ്ടത്തെ ഓർമ്മകൾ പലരും പറയണ കേട്ടിട്ടുണ്ട്. ആ പാതിരാ കുർബാന അങ്ങനത്തെ കാര്യങ്ങളിൽ അന്നത്തെ ആണോ ഇന്നത്തെ ആണോ നല്ലത്? പണ്ടൊക്കെ പാതിരാ കുർബാനയ്ക്ക് എല്ലാവരും പോകുമായിരുന്നു. അതേസമയം ഇപ്പോൾ ആരും പാതിരാ കുർബാനയ്ക്ക് പോകാതെ രാവിലെ പോകുക എന്നുള്ള രീതിയാണ്. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണോ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ? അവരുടെ ഒരു ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ക്രിസ്മസ് കാലത്ത്? കുട്ടികൾ ഇപ്പം ഇതുപോലെ എല്ലാ സാധനങ്ങളും മേടിച്ച് ഉണ്ടാക്കുക ചെയ്യുന്നത്. പിന്നെ ഗോതമ്പൊക്കെ കിളിപ്പിച്ച് നെല്ലും കിളിപ്പിച്ചൊക്കെ അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ജോളി. മടിയിലിരിക്കുന്നത് പേരക്കുട്ടിയാണ്. അബിഗേൽ എന്നാണ് പേര്. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ, ആഘോഷങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഈ പുതിയ തലമുറ പലതിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയും. അപ്പൊ മതങ്ങളിൽ നിന്ന്, ഇത്തരം ചിട്ടവട്ടങ്ങളിൽ നിന്നൊക്കെ പുതിയ തലമുറ അകന്നു പോകണമെന്ന് പറയാറുണ്ട്. ചേട്ടന്റെ ഒരു അനുഭവം എന്താ? ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ആ തലമുറയ്ക്കുണ്ടായിരുന്ന വിശ്വാസമൊന്നും അവർക്ക് ഇല്ല ഇപ്പോഴും. കാരണം അവരുടെ ജനറേഷനിൽ അവർ അതിലുപരിയായിട്ട് അവർ മറ്റു പല ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ, ക്രിസ്മസ് ഒരു സാഹോദര്യത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ അങ്ങനെയൊക്കെ ഒരു വശം അതിൽ കാണാതെ വെറും ആഘോഷത്തിൻ്റെ ഒരു വശത്തിലേക്ക് അവർ നീങ്ങിപ്പോവുകയാണ്. എല്ലാം അടിച്ചു പൊളിക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് ക്രിസ്മസിനെ അവർ കൊണ്ടുപോകുന്നത്. എൻ്റെ ആ ഒരു ജനറേഷനിലുള്ള ആളുകളൊക്കെയാണ് കുറേ കൂടെ ഭക്തിപരമായിട്ട് ഇത്തരം കാര്യങ്ങളെ കാണുകയും ആ രീതിയിൽ ഇതിനെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പുതിയ തലമുറയിലെ ഒരാൾ നമ്മുടെ കൂടെ ഇരിക്കണ്ടല്ലോ, നമുക്ക് എന്താ പറയാനുള്ളത് നോക്കാം. അഭിരാമി, ഈ സ്കൂളിലൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ വെക്കേഷനാണ്, പക്ഷേ സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപ് തന്നെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ കാണാം. നമ്മൾ ക്രിസ്മസ് പപ്പയാകുന്നു, അത് കാരൽ സംഘങ്ങൾ, വലിയ ആഘോഷത്തിലാണ് കുട്ടികളൊക്കെ. പക്ഷെ ഇപ്പൊ പറഞ്ഞവരിലെല്ലാവരും പറയുന്നത് പഴയ ഓർമ്മകളായിരുന്നു രസം എന്നാ. പക്ഷെ നമ്മൾ ഈ കോളേജിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർ പറയും ഞങ്ങളുടെ കാലമായിരുന്നു നല്ലത്, നിങ്ങളുടെ കാലം അല്ല എന്ന് പറയും. അതുപോലെ ഒരു അഭിപ്രായം അഭിരാമിക്കുണ്ടോ ക്രിസ്മസിനെ കുറിച്ച്, ആഘോഷങ്ങളെ കുറിച്ച്? പുതുതലമുറ അവർക്ക് എത്രമാത്രം നന്നായിട്ട് തോന്നിയോ അതേ രീതിയിൽ തന്നെയാണ് നമുക്കും. നമ്മുടേതായിട്ടുള്ള വ്യത്യാസമുള്ള രീതികളിൽ നമ്മൾ അത് ആഘോഷിക്കുന്നു. ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ അടിച്ചു പൊളിക്കലാണ് എന്നൊക്കെ. അപ്പം അടിച്ചു പൊളിക്കുന്നത് തന്നെയാണ്, പക്ഷേ അതിലെ നല്ല വശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ. ആ ഒരു പ്രായം എത്തുമ്പോൾ അത് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ്, കാലം മാറുമ്പോൾ അടിച്ചുപൊളികളുടെ രീതികൾ മാറുന്നു എന്നുള്ളത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അത് എല്ലാ കാലത്തും എല്ലാ തലമുറയിലും ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? അങ്ങനെയാണോ തോന്നുന്നത്? ഇനിയിപ്പോ നമ്മുടെ തലമുറകളോട് പറയാനാണെങ്കിലും ഞങ്ങളുടെ ക്രിസ്മസ് ആയിരുന്നു നല്ലതെന്ന് ഞങ്ങൾ പറയുമല്ലോ. അപ്പം അവരുടെ ക്രിസ്മസ് നല്ലതല്ലെന്ന് നമ്മളും പറയും. അപ്പം പല പല തലമുറകൾ മാറുന്നതനുസരിച്ച് അവരുടേതാണ് നല്ലത്. അക്കരെ പച്ച എന്ന കൺസെപ്റ്റ് അങ്ങനെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ തലമുറയിലും നല്ല കുട്ടികളുണ്ട്, അല്ലെങ്കിൽ നല്ല മനുഷ്യരുണ്ട്. ജസ് ചേച്ചിയുടെ അഭിപ്രായം എന്താ? ജസ് ചേച്ചി, സ്ത്രീകൾ എപ്പോഴും പണിത്തിരക്കിലായിരിക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഫാസ്റ്റ് ഫുഡിന്റെ കാലമാകുന്നു, ആഘോഷങ്ങൾക്ക് ശരിയാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു അപ്പം ഉണ്ടാക്കണം. നമ്മൾ ക്രിസ്മസിനൊക്കെ അപ്പം, താറാവിറച്ചി അല്ലെ കോഴിയിറച്ചി, അതൊക്കെ നമുക്കൊരു എല്ലാ വിഭവ ഇറച്ചിയും കാണും, എല്ലാ ഐറ്റം ഇറച്ചിയും നമുക്ക് കാണും. ഇപ്പം കടകളിൽ ചെന്നാൽ ഇപ്പം 2 കിലോ ബീഫ് അല്ലെങ്കിൽ എല്ലാം നുറുക്കി, വളരെ മീനാണെങ്കിലും നുറുക്കി നുറുക്കി അങ്ങനെയൊക്കെ കിട്ടും. അപ്പം ഈ പണികൾ 4-1 നമുക്ക് കുറഞ്ഞു. അതുപോലെ റെഡിമെയ്ഡ് പൊടികൾ, തേങ്ങാപ്പാലാണെങ്കിൽ കൂടി നമുക്കിപ്പോൾ പാക്കറ്റിൽ കിട്ടും ഉപയോഗിക്കുന്നവർക്ക്. അല്ലാതെ വീട്ടിൽ തന്നെ തേങ്ങ ചിരണ്ടി പാലെടുത്ത് പിഴിഞ്ഞ് വരുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. പക്ഷേ ഈ ഇറച്ചിയൊക്കെ ഞുറുക്കിയൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ പണികൾ എളുപ്പമായി. അന്ന് അടുപ്പിൽ തീ കത്തിച്ച് ഉണ്ടാക്കി വരണം. ഇന്ന് അതല്ല, ഗ്യാസ് സ്റ്റവ് വെച്ചാൽ 4 അടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചൊടിയിലായി, എല്ലാം പെട്ടെന്ന്. പിന്നെ ഒരുപാട് റെഡിമെയ്ഡ് ഐറ്റംസ് നമുക്ക് കിട്ടും. അതുപോലെ ഇപ്പം തന്നെ നമ്മൾ സ്റ്റാർ ഇട്ടിരിക്കുന്നു. ഈ സ്റ്റാർ എന്തിൻ്റെ ലക്ഷണമാണെന്ന് നമുക്കറിയാം. പണ്ട് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം 3 രാജാക്കന്മാർക്ക് ഈ ഉണ്ണി എവിടെയാണോ പിറന്നത് അവിടേക്കുള്ളൊരു വഴികാട്ടിയായിരുന്നു ഈ സ്റ്റാർ. ഇങ്ങനെ ഇവർക്ക് മുമ്പിൽ പോയി ആ തൊഴുത്തിന് മുമ്പിൽ ചെന്നപ്പോൾ അവിടെ നിന്നല്ലോ. സ്റ്റാർ എവിടെയുണ്ടോ അവിടെ ക്രിസ്തു അല്ലെങ്കിൽ ഉണ്ണിയേശു ഉണ്ട് എന്നത്. നമ്മുടെ വീടുകളിൽ ഈ സ്റ്റാർ തൂക്കുമ്പോൾ അവിടെ ആ ഉണ്ണിയേശു ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ആ കുട്ടികൾക്ക്, അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അല്ല നമ്മുടെ മനസ്സിൽ, നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും ഉണ്ട്. നമ്മുടെ വിശ്വാസം കുറച്ച് ഭക്ഷണം നല്ലതുണ്ടാക്കി കഴിച്ചതുകൊണ്ട് മാത്രമായില്ല, ഒപ്പം വിശ്വാസം കൊണ്ടുവേണം. പഴയതിലും ഉണ്ട് നല്ലത്, പുതിയതിലും ഉണ്ട് നല്ലത്. ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു അല്ലേ നക്ഷത്രത്തിന്റെ കാര്യം. ഹൃദയത്തിൽ ഇങ്ങനെ വെളിച്ചം പരക്കുന്ന പോലത്തെ ഒരു ഫീലിംഗാ. ഒരു പക്ഷേ ഈ സ്റ്റാർ തൂക്കുന്ന പലർക്കും അതൊന്നും അറിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് ഈ സ്റ്റാർ എന്തിനാണ്
ഇട്ടിരിക്കുന്നത് തൂക്കുന്നത് എന്നതൊരു പറഞ്ഞു കൊടുത്താൽ അത് അവരുടെ മനസ്സിലിരിക്കും. എൽസമ്മ ചേച്ചിയുടെ ഓർമ്മയിൽ ഈ കാരൽ സംഘങ്ങളുണ്ടല്ലോ, ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പലയിടങ്ങളിലും. ഈ പണ്ടൊക്കെ ഉള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരുമിച്ച് നിന്ന് അതിനു വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് കുട്ടികളും വലിയവരും മുതിർന്നവരൊക്കെ എന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് വീടാന്തരം കയറി ഇറങ്ങുന്നു. ആ രീതിയിലുള്ളൊരു പ്രിപ്പറേഷനൊക്കെ. ചേച്ചിയുടെ ഓർമ്മ അങ്ങനത്തെ കാരൽ സംഘങ്ങളെ കുറിച്ചുള്ള ഓർമ്മ എന്താണ്? എൻ്റെ ചെറുപ്പത്തിലൊന്നും കാരൽ സംഘങ്ങളില്ലായിരുന്നു. ഇപ്പോൾ കുറേ കുറേ വർഷങ്ങളായിട്ട് കാരൽ സംഘങ്ങളൊക്കെ അതൊന്ന് ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ പുരോഗമനത്തോടുകൂടി പാട്ടുകളും വേഷങ്ങളൊക്കെ കെട്ടി പപ്പായിട്ടും പാട്ടും പാടി പിന്നെ കൊട്ടിപ്പാടിയാണ് വരുന്നത്. ഉണ്ണീശോയൊക്കെ കൊണ്ട് എല്ലാ വീടുകളിലും വരും. പക്ഷെ ഇവിടെ ഒരാൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ വലിയ ഈ മരത്തിന്റെ മുകളിൽ വലിയ നക്ഷത്രം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണെണ്ണ വിളക്കൊക്കെ, അങ്ങനത്തെ ഓർമ്മയുണ്ട്. അതെങ്ങനെയാ ഉണ്ടാക്കുന്നതൊക്കെ? അത് മുമ്പേ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇല്ലി വെട്ടി ഉണ്ടാക്കി കടലാസൊക്കെ തിളങ്ങുന്ന കടലാസൊക്കെ മേടിച്ചുണ്ടാക്കി കത്തിച്ച് വെച്ച് പൊക്കി കെട്ടിയും. രാജേട്ടാ, ഇപ്പൊ അവരൊക്കെ പറഞ്ഞു ഫോൺ കണ്ടുകൊണ്ടിരിക്കും കുട്ടികൾ, അത് സിനിമ, കാർട്ടൂൺ അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഒരു അനുഭവം കൊണ്ട് കണ്ടിട്ടുള്ളത്, ഇപ്പോൾ നമ്മളെ 24-ന്റെ പരിപാടികളൊക്കെ ആണെങ്കിലും മോർണിംഗ് ന്യൂസൊക്കെ ഒരുപാട് പേര് വീട്ടിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കാണുന്ന ചേച്ചിമാരുണ്ട്, കുട്ടികളുണ്ട്, യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്നവരുണ്ട്. ചേട്ടൻ കാണാറുണ്ടോ? അപ്പൊ ഈ മോർണിംഗ് ന്യൂസൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അതിലും വന്നിട്ടുണ്ടല്ലോ. എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ചേട്ടൻ? അന്നേരം ഉള്ള വാർത്തകൾ നമുക്ക് ശരിക്കും അറിയാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് നല്ലതായിട്ടാണ് തോന്നുന്നത്. വേറെ കാര്യം ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുമ്പോഴേ പണ്ടുള്ളവർ ഈ മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഈ ആഘോഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉള്ള പോലെ തന്നെ പറയും, പണ്ടും ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ അന്ന് അങ്ങനെയുള്ള രാഷ്ട്രീയ ആശയങ്ങൾ, ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അത് അവിടെ നിൽക്കും. പക്ഷെ സ്നേഹമുണ്ടായിരുന്നു, ഒരുമയുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഇലക്ഷന്റെ ഇടയ്ക്ക് മാത്രം ഒരു ശകലം പ്രശ്നം ഉണ്ടായാലും പിന്നെ അത് യോജിച്ച് തന്നെ അങ്ങനെ അങ്ങ് പോകും അല്ലേ? പൈസകുട്ടിച്ചേട്ടൻ്റെ ഓർമ്മ എന്താ ക്രിസ്മസിനെ കുറിച്ചുള്ള? ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പുൽക്കൂട് ഉണ്ടാക്കുക, നക്ഷത്രം ഉണ്ടാക്കുക, ഇതൊരു ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരുന്നു, വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഒന്നുകൂടി ഒരു സംതൃപ്തി നൽകുന്നതായിരുന്നു. ഇപ്പോഴത്തെ എല്ലാം മേടിക്കുന്ന റെഡിമെയ്ഡ് സാധനങ്ങളല്ലേ, അതിനത്രയും ഒരു സന്തോഷമില്ല. മനുഗുണമുടയവനരുളാൽ വാനവർ മഹിമയോടെത്തിയ നഞ്ഞുടനെ ഇതു തീത്തേ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലയ്ക്ക് ഇത് തീത്തേ കരുണയോടിത്തു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനസ്സിത് പാരിച്ച് ഇത് തീത്തേ നലമുടൻ പലവ കിന്നര മഴകാൽ നന്തുണിയും കുഴപ്പരതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തേ നന്മോരും വക പലമൊഴിയൊരുസ്ഥിതി നന്നായി മൽക്കോൾ പുലമ്പിയതേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തേ ഉടമ്പിൽ നിന്നുയിരെടുത്താകാശേ ഉയരവനിരിപ്പിടം പുകീച്ച് ഇത് തീത്തേ ഉടമയിലുടയവനുടമ്പെടുത്തഴകാൽ നന്മ നിറഞ്ഞൊരു പള്ളിയിലെ ഇത് തെറ്റി ഭക്ഷിത തനുമിത് മക്കളും എഴുതിര മരുളു വഴിക്കു നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തേ വൻവിനയൊഴിയെ പെരിയവനൊരു തുറമുട് തേടിപ്പുലരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തേ തിത്തതകത തികതത്താം തികതക തകത തികതത്താം കർഗതിത്തത്താം കർഗതിന്തത്താം കർഗതിത്തത്തത്താ തിത്താ തിമൃതത്തേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണങ്ങാനം പള്ളിയുടെ പെരുന്നാളും ആറാട്ടും ഭരണങ്ങാനം ആറാട്ടും ഇപ്പോഴും അതെ ഒരേ ഡേറ്റ് ആയിരുന്നു. ഭരണങ്ങാനം പള്ളിയിൽ നിന്ന് ഒരു കുട കൊണ്ട് കൊടുക്കണം അമ്പലത്തിൽ നിന്നൊരു തൂക്കുവിളക്കെന്ന് പറഞ്ഞാൽ കൈ നീണ്ടിട്ടുള്ള ആ വിളക്ക് കൊടുത്ത് ആ സെബസ്ത്യാൻ ഹൗസിന്റെ പ്രദക്ഷിണം ഏത് ഇടത്തോടെ പോകുന്നുണ്ടെങ്കിൽ ഈ വിളക്ക് ഫ്രണ്ടിൽ കത്തിച്ച് പിടിക്കണം. അതിപ്പോഴും ഉണ്ട്. പള്ളിയുടെ പ്രദക്ഷിണം വരുമ്പോൾ അലങ്കരിക്കുന്ന കൂടുതലും അമ്പലത്തിലുള്ളവരായിരിക്കും. അമ്പലത്തിന്റെ വാതിലും ഒക്കെ അവർ അലങ്കരിച്ച് റോഡ് സൈഡാണല്ലോ. ഇതുപോലെ തന്നെ അമ്പലത്തിന്റെ ടൗണിൽ പകുതി ഭാഗം നിലവിളക്ക് വെച്ച് അലങ്കരിച്ച് പൂവെല്ലായിട്ട് അത് ഇപ്പൊ പറഞ്ഞ അമ്പലത്തിന്റെ ആറാട്ട് പറക്ക് പോയിട്ട് വരുമ്പം സ്വീകരണം, രണ്ടാമത് സെബസ്ത്യാനോസിന്റെ എഴുന്നള്ളിൽ പോയിട്ട് കൂടി വരുമ്പോൾ അത് സ്വീകരണം. അതേപോലെ തന്നെ അവർ ഹിന്ദുക്കളെ കൂടുതൽ അതിന് മുന്നേ നിൽക്കുന്നു. ഒരു കർഷക ഗ്രാമം എന്നുള്ള രീതിയിലാണ്
പാല എപ്പോഴും, പാല മാത്രമല്ല ഈ പരിസരങ്ങളൊക്കെ തന്നെ, റബ്ബറായാലും എവിടെ എന്ത് വെച്ചാലും നട്ടാ പിടിക്കും, കപ്പയാണെങ്കിലും. അപ്പോൾ ആ ഒരു കാർഷിക സംസ്കാരം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പുറത്തൊക്കെ പോയവരെ നമ്മൾ പരിചയപ്പെടുമ്പോഴും അവർക്കൊക്കെ ഉള്ളിൽ അത് കിടപ്പുണ്ട്. അവർ ആ മുണ്ടൊക്കെ മടക്കി കുത്തി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഓർമ്മകൾ അതുമായിട്ട് ബന്ധപ്പെട്ട. പാലക്കാരൻ അച്ചായത്തി എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കാം. എല്ലാവർക്കും ഒരു നല്ലൊരു വിലയുള്ള ഒരു ഇതാണ് പാലക്കാരൻ അച്ചാനും അച്ചായത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെവിടെ എന്ത് പണിയെടുക്കും, എന്ത് പരിപാടി ആണെങ്കിലും അതിന് പോയി കൈകാര്യം ചെയ്ത് എവിടെ പലപറല എന്ന് പറഞ്ഞാൽ എവിടുന്നാ പാലായിന്ന അച്ചായനോ ഒരു ബഹുമാനം നമുക്ക് പ്രത്യേകിച്ച് തരുന്നുണ്ട്. ഞാൻ ഒരു 39 വർഷം ആയി മുടങ്ങാതെ ഡിസംബർ 8 പാലായിൽ 10:45 തൊട്ടുണ്ട്. ടാബ്ലോയ്ക്ക് ഞാൻ 15 തവണ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. 15 തവണ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. മത്സരിച്ച ടീമിൽ ഏറ്റവും നല്ല അവതരണത്തിനുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഈ ഞാൻ പലപ്പോഴും എറണാകുളത്ത് നമ്മൾ ഉള്ളപ്പോൾ തന്നെ സിറ്റിയിലുള്ളവരൊക്കെ പറയും പാലയിൽ പോകണം, ഏറ്റവും പുതിയ ഫാഷൻ അവിടെ ഉണ്ടാവും, ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്നവരവരാണ്. വസ്ത്രധാരണത്തിലാണെങ്കിലും ലേറ്റസ്റ്റ് ഫാഷനായിരിക്കും, അതിന് പൈസ കൊടുക്കാനും മടിയില്ല. വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും പാലക്കാരെ കഴിഞ്ഞല്ലോ. ഭക്ഷണം അതൊന്നും എടുത്തു പറയേണ്ട, നമ്മൾ കേറ്ററിങ് ബാക്കി ഏത് നാട്ടിൽ ചെന്നാലും പാലക്കാട് കേറ്ററിങ്, പാലായിലെ ഏറ്റവും മോശം കേറ്ററിങ് പോലും ബാക്കിയുള്ളിടത്ത് ഏറ്റവും ബെറ്ററിനെക്കാട്ടിലും നന്നായിരിക്കും. അതുപോലെ വേഷങ്ങളാണേലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കൊച്ചു നല്ല വെൽ ഡ്രസ്ഡായിട്ട് പോയി കൊണ്ടുപോകും ഉള്ളവരൊന്ന് ശ്രദ്ധിക്കും. പിന്നെ ഹോസ്റ്റലുകളിലൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എൻ്റെ മോൾ ഉൾപ്പെടെ പറഞ്ഞു. അപ്പോൾ അവരൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതെവിടെയാണ് തയ്ച്ചത്, അല്ല ഇതിൻ്റെ ആ കോസ്റ്റ്യൂം അവർ അതേപടി അനുകരിക്കുന്ന കുറേ പേരുണ്ട് ഹോസ്റ്റലുകളിലൊക്കെ ഇഷ്ടമല്ല. പാലക്കാരെ ആ കാര്യത്തിലും വേഷത്തിലും ഭക്ഷണത്തിലും ഒക്കെ കണ്ടുപഠിക്കാൻ മാത്രം ഉണ്ട്. അതെല്ലാം മോഡേൺ ഡ്രസ്സിലും എല്ലാ കാര്യത്തിലും ഏറ്റവും പേര് വീഞ്ഞുണ്ടാക്കല്. ക്രിസ്മസ് ആകുമ്പോൾ വീഞ്ഞില്ലാത്ത ക്രിസ്മസ് വരുമ്പോഴത്തേക്ക് വീഞ്ഞുണ്ടാക്കാന്നൊരു പ്രത്യേകതയുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഉണ്ടാക്കും. അത് എന്തുകൊണ്ടൊക്കെയാ ഉണ്ടാക്കുക? അത് മുന്തിരിങ്ങായ വീട്ടിൽ വീഞ്ഞുണ്ടാക്കുന്നത് എന്തുമായിട്ട് വിട്ടും പാളയം കുടമ്പഴമായാലും റംബൂട്ടാനായാലും ജാതിക്കായ എല്ലാ ഐറ്റത്തിലും നമുക്ക് നന്നായി ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ പാട്ടൊക്കെ പാടുന്നവരൊക്കെ ഉണ്ടോ? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ പാലക്കാരുടെ ഒരു ആവേശവും ഊർജ്ജവും ഒക്കെ, ഒരു പാട്ടാണെങ്കിൽ പാട്ട് ആ രീതിയിൽ ആർക്കാ പാട്ട് പാടാൻ, ഏത് പാട്ടാ പാടാൻ പോണേ? ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. നമ്മൾ പറയും കാലം മാറുന്തോറും ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറി മാറി പോകുന്നു. പക്ഷെ പുതുതലമുറയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്ന് അവർ ആ മാർഗ്ഗംകളിൽ കൂടെയൊക്കെ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അല്ലേ. നല്ല രസമുണ്ടായിരുന്നു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, കേക്ക് കട്ടിങ്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം. അപ്പോൾ ഒരാളെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഈ കേക്ക് ഉണ്ടാക്കിയ ആൾ നമ്മുടെ കൂടെ ഉണ്ട്, ലിനു അല്ലേ? ലിനു കുറെ നാളായോ കേക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? 3-4 വർഷമായി. ഇതൊരു പാഷനാണോ ലിനു? ഇഷ്ടം. ആദ്യം വീടുകളിലൊക്കെ റിലേറ്റീവ്സിനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പുറത്തവർക്ക് അവർ പറഞ്ഞ് അങ്ങനെ ഓർഡറുകൾ അങ്ങനെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല ഇപ്പൊ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോബി, നമ്മുടെ പാഷൻ, അത് നമ്മൾ ഒരു വരുമാന മാർഗം കൂടി ആക്കി മാറ്റുന്നു. അത് എന്തായാലും നന്നായല്ലേ, പൊളിച്ചു. അപ്പൊ ആ ലിനു കൊണ്ടുവന്ന കേക്കാണ് നമ്മളിപ്പോ കട്ട് ചെയ്യാൻ പോണേ. അങ്ങനെ ഒരു ദിവസം കൂടി കടന്നുപോയിരിക്കുന്നു. ഇനി നീണ്ട കാത്തിരിപ്പാണ് മറ്റൊരു മഞ്ഞുകാലത്തിനായി. എല്ലാവർക്കും ക്രിസ്മസ് നവവത്സരാശംസകൾ. സ്നേഹത്തോടെ സ്മിത.
24 അഞ്ചിന്റെ വജ്രത്തിളക്കം.